ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒലോസപ്പോ അല്ലെങ്കിൽ ശർക്കരപ്പഴം എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റിനെയാണ്. 4-ാം വർഷം തൊട്ടാണ് ഇത് കാച്ചു തുടങ്ങുന്നത് പറഞ്ഞത്. ഇതിപ്പോ 4 വർഷമായി കറക്റ്റ്. ഇപ്പൊ നിറയെ പൂക്കളുണ്ട്. ഇതിനൊരു സ്വീറ്റ് ടേസ്റ്റ് ആണെന്ന് അറിയാം, അല്ലാതെ വേറെ നമുക്ക് അറിയില്ല, പറഞ്ഞിട്ടുള്ള അറിവുള്ളൂ. കുറെ പേര് കമന്റ്സിൽ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര തരം ഫ്രൂട്ട് പ്ലാന്റ്സ് നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന്. ഏകദേശം 60-ൽ കൂടുതൽ ഫ്രൂട്ട് പ്ലാന്റ്സ് ഞങ്ങളുടെ വീട്ടിലുണ്ട്. അത് നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ വെച്ചതാണ്. ഈ കാണുന്നത് റംബുട്ടാൻ മരങ്ങളാണ്. ഇതിന്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതിന്റെ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വളമൊക്കെ ഒഴിച്ച് ഇതിനെ ഒന്ന് അടുത്ത കൊല്ലത്തേക്ക് റെഡിയാക്കി നിർത്തണം. ആ ബ്രാഞ്ചസ് കട്ട് ചെയ്തുകൊണ്ടാണ് ഇലകൾ കുറവായിട്ട് തോന്നുന്നത്. എക്സോട്ടിക് പ്ലാന്റ്സിൽ ലാർജ് സ്കെയിലായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത് റംബുട്ടാൻ, പുലോസൻ, ലോങ്ങൻ, മംഗസ്റ്റിൻ ഇവയൊക്കെയാണ്. അതിൽ മംഗസ്റ്റിൻ മാത്രമാണ് 8 കൊല്ലത്തോളം വേണ്ടി വരുന്നത്. ഇത്തവണയും ഞങ്ങൾ കുറച്ച് റംബുട്ടാൻ തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടിയിൽ കല്ലുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഞങ്ങൾ JCB വെച്ചിട്ടാണ് കുഴിയെടുക്കാറ്. അങ്ങനെ എടുത്തപ്പോൾ അതേ അടിയിൽ നിന്ന് ഉറവ് വന്നു കേട്ടോ. അതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വെള്ളം താഴത്തോട്ട് പോയിക്കോളും. അങ്ങനെ 2 കുഴികൾ പണി മുടക്കിയോണ്ട് ഞങ്ങൾ അടുത്ത കുഴിയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് മണ്ണൊക്കെ മിക്സ് ചെയ്ത് വളമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം തൈകൾ വെക്കാനായിട്ട്. നല്ല വലിപ്പമുള്ള കുഴി എടുത്തതിന് ശേഷം അതിലെ മണ്ണ് ഈ വളങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് തൈകൾ വെച്ച് കൊടുക്കുന്നത്. ഇനി റംബുട്ടാനിൽ ഏറ്റവും നല്ല വെറൈറ്റി എന്ന് പറയുന്നത് N18 ആണ്. അല്ലാതെ സ്കൂൾ ബാഗ്, KG10 ഇതൊക്കെ അവർ പറയും, പക്ഷേ അതൊന്നും നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. E35 യെല്ലോ വെറൈറ്റി അടിപൊളി ടേസ്റ്റ് ആണ്, പക്ഷേ ഷെൽഫ് ലൈഫ് കുറവായതുകൊണ്ട് സെയിലിന് പറ്റില്ല. അങ്ങനെ തൈകളൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ ഇതിക്ക് നല്ലൊരു മഴയും കിട്ടിയിട്ടാണ്.